തൃശൂർ മണത്തല അയിനിപ്പുള്ളിയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ കോൺക്രീറ്റ് സ്ലാബിൽ ഇടിച്ച 2 പേർക്ക് പരിക്ക്. ഡ്രൈവർ വടകര സ്വദേശി അദ്നാൻ, എറണാകുളം സ്വദേശി രാഹുൽ എന്നിവരാണ് പരിക്കേറ്റത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് നിഗമനം. കർണാടക ഹുബള്ളിയിൽ നിന്ന് കോട്ടയത്തേക്ക് പ്രത്യേക ട്രെയിൻ സർവീസ് ഒരുക്കാൻ റെയിൽവേ. തീരുമാനം ശബരിമല തീർത്ഥാടന കാലത്തെ യാത്രാ തിരക്ക് കണക്കിലെടുത്ത്. നവംബർ 19 മുതൽ ജനുവരി 14 വരെ 9 സർവീസുകൾ ഒരുക്കും. എറണാകുളം പറവൂരിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് ഡിവൈഎഫ്ഐ കുഞ്ഞിത്തൈ യൂണിറ്റ്, ചൈതന്യ ഐ കെയർ ഹോസ്പിറ്റൽ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ ജനകീയ നാടകവേദി ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. നവംബർ 16 രാവിലെ 10 മുതൽ നാടകരംഗത്തെ പ്രഗത്ഭർ ക്ലാസുകൾ നയിക്കും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 20 പേർക്ക് അവസരമെന്ന സംഘാടക സമിതി. മലപ്പുറം കുറ്റിപ്പുറം സബ് ജില്ലാ കലോത്സവ വേദിയിൽ ശ്രദ്ധേയമായി നാടകം പിത്തോ. സാമൂഹ്യ മാധ്യമ ഇൻഫ്ലുവൻസർ തൊപ്പിയുടെ കഥ നാടകത്തിന്റെ ഇതിവൃത്തം. വിദ്യാർത്ഥികൾ കയ്യടികളോടെ സ്വീകരിച്ചു. ഉരുന്നു ശാസ്ത്രജ്ഞരുടെ കഴിവുകൾക്ക് വേദിയൊരുക്കി വിശ്വഭാരതി പബ്ലിക് സ്കൂൾ സയൻസ് എക്സ്പോ 2024. നെയ്യാറ്റിൻകര നഗരസഭാ ചെയർമാൻ PK രാജ്മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ടുകൾ, സെൻസർ അലാം, ഉരുൾപൊട്ടൽ തിരിച്ചറിയാനുള്ള അലാമുകൾ തുടങ്ങിയവ മേളയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പ്രദർശനത്തിനൊരുങ്ങി ഷാരൂഖ് ഖാൻ, പ്രീതി സിൻഡ ചിത്രം കൽ ഹോ നഹോ. ചിത്രം നവംബർ 15 തിയേറ്ററുകളിലെത്തും. അല്ലു അർജുനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിച്ച സംഭവത്തിൽ ആരാധകരുടെ പ്രതിഷേധം. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച യൂട്യൂബ് ചാനൽ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു.